ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഞാനേ 2 കപ്പ് ബസുമതി റൈസ് വെച്ചിട്ടൊരു നല്ലൊരു ഫ്രൈഡ് ചിക്കൻ കബ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഈ കപ്പിൽ 2 കപ്പ് അരി ഞാൻ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മളിത് കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അരി നന്നായിട്ടൊന്ന് കുതിരണം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വലിയ ജീരകം ഇട്ട് കൊടുക്കണം. വലിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പിന്നെ ഞാനൊരു ഇച്ചിരി ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ കാണും കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല സെറ്റാക്കി വെക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ ഇളക്കിയാലേ എല്ലായിടത്തും പിടിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കൈ വെച്ചെല്ലാം ഇളക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അതും ഇരിക്കട്ടെ, ഒരു 10-15 മിനിറ്റ് അതും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് കബ്സ മസാല ഞാൻ പാക്കറ്റാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതേപോലെ ഒരു ഇച്ചിരി സൺഫ്ലവർ ഓയിൽ, ഒരു നാരങ്ങ, പിന്നെ ടൊമാറ്റോ സോസ്, കബ്സ മസാല, മാഗി ക്യൂബ്, ഇത്രയും സാധനമാണ് നമുക്ക് അതിൻ്റെ പാക്കറ്റിനകത്ത് കിട്ടിയത് കേട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിച്ച് കബ്സ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് കുഞ്ഞായിട്ട് ഇച്ചിരി കനം കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് ഇത്രയും കനം മതി. ഒരു സവോള തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി സവോളയൊന്നും വേണ്ട, ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. 2 കപ്പ് അരി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചതച്ചെടുത്ത് വെച്ചേക്കാവേ. അത് ഞാൻ അത് റെഡിയാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഈ ചിക്കനൊന്ന് വറുത്തെടുക്കണം. അതിന് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഈ ചിക്കനൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാതെ ഒരുവിധം നല്ല മൂപ്പിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഒന്നിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒത്തിരി കരിഞ്ഞു പോകാത്ത വിധത്തിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി, ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇതിൽ നിന്ന് അങ്ങ് കോരി മാറ്റുവാണ്. ചിലതൊന്നും മൂത്തിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയെല്ലാം കൂടെ ഇതേപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചിലതൊന്നും മൂത്തിട്ടില്ല. അപ്പം എല്ലാം ഇതേപോലെ ഒരേപോലെ മൂപ്പിച്ച് നമുക്ക് എടുക്കണം കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഇതേപോലെ കബ്സ ഞാൻ തയ്യാറാക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ കബ്സ തയ്യാറാക്കുന്നത്. കബ്സ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാതെ ഞാൻ ചെയ്തിട്ടില്ല, ഫ്രൈ ആക്കിയിട്ടും ചെയ്തിട്ടില്ല. 2 വിധത്തിൽ ഞാൻ ചിക്കൻ വെച്ചിട്ട് കബ്സ തയ്യാറാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കളറും കാണാൻ നല്ല ഭംഗി. അപ്പോൾ ഞാനൊരു ചെറിയ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയതിൻ്റെ ഓയിലിൻ്റെ കുറച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ സവാള ചേർത്ത് കൊടുക്കുവാണ്. സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സവാള ചേർത്ത് ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി എല്ലാം ഒന്ന് സെറ്റായിട്ട് വരട്ടെ. നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. എനിക്ക് തോന്നിപ്പോയി ഇച്ചിരി ഓയിൽ കൂടുതലായോ എന്ന് തോന്നിപ്പോയി. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓയിൽ കുറച്ചേ ഉണ്ടാക്കത്തുള്ളേ. അതിൻ്റെ കൂടെ ഞാൻ ആ മാഗി ക്യൂബും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുവാണേ. മാഗി ക്യൂബിൽ ഉപ്പ് ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ കുരുമുളകും ഡ്രൈഡ് ലെമണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഇച്ചിരി പച്ചമല്ലി വേണം കേട്ടോ. ഒരു 10-15 മണി പച്ചമല്ലിയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ആ മന്തി മസാല മുഴുവനും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ 2 കപ്പ് അരിക്ക് ഇത്രയും ഓയിലൊന്നും ചേർക്കണ്ട കേട്ടോ. എനിക്ക് ഇച്ചിരി ഓയിൽ കൂടിയ പോലെ എനിക്ക് തോന്നിപ്പോയി. അപ്പം നമുക്ക് അരച്ച് വെച്ച തക്കാളിയില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് നല്ല രീതിയിലൊന്ന് റോസ്റ്റായി വരുമ്പം ഇതിലേക്ക് അരിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ അതിലേക്ക് അരിയല്ല ഇട്ട് കൊടുത്തത് കേട്ടോ. അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, ഇച്ചിരി കളറിന് വേണ്ടി ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് കാണാൻ നല്ലൊരു കളറായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലൊരു കളറ് വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനുണ്ടല്ലോ അതിനകത്ത് വെള്ളമാണ് ഒഴിച്ചത്. പക്ഷേങ്കിൽ വെള്ളമല്ല ഒഴിക്കേണ്ടിയിരുന്നത്, അരി ഇടണമായിരുന്നു. അരി ഇട്ട് കൊടുത്തതിന് ശേഷം അരി ഒന്ന് ഇച്ചിരി നെയ്ക്കകത്ത് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണമായിരുന്നു നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഞാനിപ്പോൾ ഇത് നേരെ തിരിച്ചാണ് ചെയ്തത്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് അരി ഇട്ട് കൊടുത്തു, ഉപ്പും ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി. മന്തി മസാലയ്ക്ക് ഇഷ്ടം പോലെ, മന്തിയുടെ കബ്സയ്ക്ക് ഇഷ്ടം പോലെ ഉപ്പ് കാണും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചിക്കനും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. പക്ഷേങ്കിൽ ഇതൊക്കെ നേരത്തെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യണമായിരുന്നു, ഞാൻ മറന്നുപോയേ. അപ്പം കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ തുറക്കാനൊന്നും പോകണ്ട. വിസിൽ നന്നായി പോയതിന് ശേഷം നമുക്കത് തുറന്നു നോക്കണം കേട്ടോ. തുറന്നു നോക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ഞെട്ടിപ്പോകുന്ന പോലെയായിരുന്നു കേട്ടോ. അതേപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കബ്സേ. ശരിക്കും ഉണ്ടല്ലോ നല്ല അടിപൊളി കബ്സ, നല്ല മണമായിരുന്നു കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കബ്സ തയ്യാറാക്കുന്നത്. നല്ലതായിരുന്നു കേട്ടോ, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല വേവൊക്കെ പാകമായിരുന്നു. ചോറൊന്നും അധികം കുഴഞ്ഞു പോകാതെയൊക്കെ ആയിരുന്നു ഇരുന്നത് കേട്ടോ. ഞാനത് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ട് കാണിക്കാവേ. ഇത് കണ്ടോ, ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി. അടിപൊളിയല്ലേ കാണാൻ, നല്ല ടേസ്റ്റുമായിരുന്നു കഴിക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് ശകലം ഇട്ടിട്ടേ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. കണ്ടോ, ഞാൻ പ്ലേറ്റിലേക്ക് ഇടുന്നത് കണ്ടോ. കബ്സ നല്ല ടേസ്റ്റും നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മണവും ഒക്കെയാണ്. അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അരിയൊക്കെ നല്ല ഒന്നൊന്നേ തൊടാത്ത പോലെ ഇരിക്കും കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കബ്സ. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു, നല്ലതായിരുന്നു, കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ചോറൊന്നും വെന്ത് പോയിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം, നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, എന്നാലും ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്